ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് വടുകപ്പുളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല പോലെ ഞാൻ കഴുകി വെച്ചിട്ടുള്ള വടുകപ്പുളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വടുകപ്പുളി അരിയണം കേട്ടോ. അപ്പോൾ അതുപോലെ 2 കഷ്ണങ്ങളായിട്ട് വടുകപ്പുളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇനി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഇതുപോലെ ആക്കി വെച്ചിട്ടുള്ള പീസുകളില്ലേ, ഇങ്ങനത്തെ പീസുകൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ വടുകപ്പുളി ഇതുപോലെ ചെറിയ ചെറിയ അല്ലികളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞിടാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കേട്ടോ, അതിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കായം മൂപ്പിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീഞ്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചക്കായം ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ ഒരു കഷ്ണം കായാണ് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കായം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കായം നല്ല പോലെ തന്നെ ക്രിസ്പി ആയി കിട്ടില്ലേ, അതുപോലെ ആവണ വരെ നമുക്ക് ഇത് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കായമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കായം നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയുടെ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഈ വെളിച്ചെണ്ണ നമ്മൾ അച്ചാറിന് വേണ്ടി വെച്ചിട്ടില്ലേ വടുകപ്പുളി, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കായം മൂപ്പിച്ച വെളിച്ചെണ്ണയുടെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ വെളിച്ചെണ്ണ ഈ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോഴേ നല്ല സ്മെല്ലാണ് വരുന്നത്. ആ വെളിച്ചെണ്ണയുടെയും അതുപോലെ തന്നെ കായത്തിൻ്റെയും പച്ചമുളകിൻ്റെയും എല്ലാം കൂടിയിട്ട് നല്ല ഒരു സ്മെല്ല്, അതിലൊക്കെ വെള്ളം വരുന്നു. അപ്പം ഞാനിതിൽ ഉപ്പ് പാകണമെന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ തന്നെ നല്ല ആ പച്ചമുളകിൻ്റെയും വെളിച്ചെണ്ണയുടെയും എല്ലാം നല്ലൊരു സ്മെല്ല്, ഒക്കെ നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അച്ചാർ. ചോറിൻ്റെ ഒപ്പം അച്ചാർ മാത്രം കൂടി നമുക്ക് ചോറിനാം, കറിയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇവിടെ ഞങ്ങളൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട്. ഇത് സാധാരണ 2-3 ദിവസം നമ്മൾ എടുത്തേക്കൊന്നും വേണ്ട. ഇപ്പോൾ ഇന്നുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ കഴിക്കാം. ഞങ്ങളങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.